സന്തോഷമുള്ള ദൈവത്തിൻ്റെ മക്കള് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വിശുദ്ധ പകൽക്കാലത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവസരം കൂടെ കർത്താവിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളുടെ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ മർമ്മം സംസാരിക്കേണ്ടവണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നതായി കാണുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്, കൊലോസ്യർ ലേഖനത്തിലുണ്ട്. അപ്പോൾ പ്രഗൽഭനാകുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം പഠിച്ചതായ ആ ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ കൂടെയുള്ളതായ താൻ സംസാരിക്കാൻ പോകുന്നതായ ജനത്തോട് അപേക്ഷിക്കുന്ന ഒരപേക്ഷയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? വചനം, സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ. അത് സംസാരിക്കേണ്ടും വണ്ണം സംസാരിപ്പാൻ എനിക്ക് കഴിവില്ല, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കത് കഴിയുന്നെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതെ എനിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുമോ എന്ന് തോന്നുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. ഒരിക്കൽ പത്രോസ് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ തന്നെയല്ല പ്രസംഗിക്കുന്നത്, ഞങ്ങൾ 11 പേരുകൂടെ കൂടിയാണ് പ്രസംഗിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങളെല്ലാവരുമാണ് ഇതിൻ്റെ ഭാഗവാക്കുകളായി തീർന്നിരുന്നത് എന്ന് പ്രാരംഭമായി ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ദൈവവചനം ശക്തമായി നമുക്ക് ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുദിന ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം കൂടാതെ കഴിയയില്ല എന്നാണ്. ദൈവത്തിൻ്റെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ദൈവവചനമാണ്. ആ വചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് വചനമെന്ന് നമുക്കറിയാം. ആരാണ് വചനമെന്നറിയാം. വചനത്തെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ ദൈവത്തെ ഒന്ന് ഉയർത്തുവാനാണ് നമ്മൾ ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിത പര്യന്തവും നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ദൈവവചനം കൂടാതെ ഒരു ചുവട്ടടി നമുക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമേ അല്ല എന്നാണ്. ആ ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഹല്ലേലൂയ സങ്കീർത്തനത്തിലും സദൃശ്യത്തിലൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളുടെ വായിക്ക് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ് ദൈവവചനം. നിങ്ങൾക്കറിയാവുന്നതായ വാക്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെന്നാണ്. കർത്താവിൻ്റെ ദാസന് 119 സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേക പദം എഴുതിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വചനത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, എങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്കായിപ്പെടും. 119 സങ്കീർത്തനത്തിൽ ഒരു പദമുണ്ട്. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ദാവീദായിരിക്കണം, തലക്കെട്ടിൽ പേരില്ല. സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ എന്നാണ്. സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയുവാനിടയാകരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവവചനം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കത്തോലിക്ക സമുദായത്തിൽ
അച്ഛന്മാരെയും കന്യാസ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ നടന്നു പോകുമ്പോഴും വഴിയിലും ഹല്ലേലൂയ എപ്പോഴും അവരുടെ ഹല്ലേലൂയ ഒരു കൊന്തമാല കാണും. ഹല്ലേലൂയ. അത് അവരുപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ അവർ യാത്രയിൽ നമ്മൾ കാണുന്ന ഓരോ മൊത്തും അവർ മാറ്റിക്കൊണ്ടിരിക്കും. അവർ പ്രാർത്ഥിക്കുന്നത്, അവരുടെ പ്രാർത്ഥന ഇവരിടുന്നതാണ്. രണ്ടാമത് കാണാൻ സാധിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, മുസ്ലിംസ്. അവരുടെ ഇതുപോലൊരു കൊന്തമാല കാണും. അവരും വഴിയാത്രയിലും എല്ലാ സന്ദർഭത്തിലും അവരിൽ ഇപ്പോഴത്തെ ആൾക്കാരല്ല, മുൻപുണ്ടായിരുന്നവർ, അവരിങ്ങനെ അവരുടെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ദൈവവചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ശക്തിക്ക്, ആത്മശക്തിക്ക് പ്രയോജനം നൽകുന്നതാണ്. അപ്പോൾ വചനം കേൾക്കുക മാത്രം പോരാ, അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം അനുസരിക്കായികയാൽ ചിതറിപ്പോകുന്ന ജനം. അതുകൊണ്ട് നമ്മൾ ചിതറിപ്പോകാതിരിക്കണമെങ്കിൽ, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവവചനം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നതായ ദൈവജനങ്ങളൊക്കെ വളരെ ദൂരേന്ന് വളരെ ബന്ധപ്പാടോടുകൂടെ വന്നിരിക്കുന്നവരാ. എന്തിനാ വന്ന്? അവരുടെ ആശ ഇതാണ്, എനിക്ക് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം, ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്നിൽ മുഴങ്കാലുകളെ മടക്കണം, ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയം ദൈവസന്നിധി പകരണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ലയോ നിങ്ങളിവിടെ വന്നത്? ഇല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷെ അതല്ല, ഒരു കൂട്ടായ്മയാണിത്. ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് പാടി മഹത്വം കരേറ്റുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തപരമായ ശക്തി നമ്മുടെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കുകയും ഹല്ലേലൂയ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകുമെന്നുള്ളത് ദൈവം തന്നെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതങ്ങൾ ഹല്ലേലൂയ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണേ. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിൻ്റെ ദാസൻ എനിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഹല്ലേലൂയ ആ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഈ പ്രത്യേക പദം ഇവിടെ എഴുതിയിരിക്കുകയാണ്. പൗലോസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്കറിയാവുന്നതുണ്ട്, എന്നാൽ അറിയാൻ വയ്യാത്തതുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പൗലോസിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, കൊരിന്ത് ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ, മറ്റ് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ ആ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസിൻ്റെ മുൻപുള്ള പേര് ശൗലെന്നാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഹല്ലേലൂയ പൗലോസ് എന്നായി മാറി. ഹല്ലേലൂയ. ആ പൗലോസ് എന്നതായ വാക്കിൻ്റെ അർത്ഥം ചെറിയവനെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ചെറിയവനായ ഈ പൗലോസ് വലിയവനായ കർത്താവിനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ചെറിയവനായ പൗലോസ് വലിയവനായ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് പോലെ മറ്റാരും ചെയ്തതായിട്ട് തിരുവചനത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഴയ അവസ്ഥകൾ എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടതായ അവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ പഴയത് മാറി പുതുതായി തീർന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രശംസിപ്പാനുള്ളതായ ഒരു ദൈവദാസൻ പൗലോസിനെ പോലെ മറ്റാരും വേദപുസ്തകത്തിലില്ല. ഹല്ലേലൂയ. ഒരുപാട് പ്രശംസിപ്പാനുണ്ട്, പക്ഷേ പ്രശംസിക്കുവാൻ അദ്ദേഹം മെനക്കെടുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്ന് ഞാൻ ചെയ്യുന്നു, ഹല്ലേലൂയ,
പിൻപിനുള്ളതിനെ മറന്ന് മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണെന്ന്. ദൈവമക്കളെ, നമ്മളും അങ്ങനല്ലേ ചെയ്യുന്നത്? അതിലെ വിവിധ ഇടങ്ങളിൽ വിവിധ ആചാരങ്ങളിൽ വിവിധ ആചാരം കൊണ്ട് അല്ലേലൂയ പഴയ ആ സമുദായങ്ങളിൽ നിന്നൊക്കെയും വിട്ടൊഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഞാൻ യാക്കോബക്കാരനായിരുന്നു. യാക്കോബ സമുദായത്തിലെ പാട്ടുകളും പ്രാർത്ഥനയും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മറന്നുപോയി, വർഷങ്ങളായി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ അടർത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കുമെന്ന് ഓർത്തു പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹല്ലേലൂയ, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. അതെ, നമ്മുടെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടല്ല, നമ്മുടെ എങ്കിലും മതിപ്പ് കൊണ്ടല്ല, നമുക്കെന്തെങ്കിലും ഹല്ലേലൂയ വീഴുവാൻ ഇല്ലാത്ത അവസരത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ച് ഹല്ലേലൂയ നമുക്ക് ഈ ദാനങ്ങളെ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നതായ പ്രത്യേക പദം ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ മറ്റൊരാശയം എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നത്, ഈ വേർപിരിക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ ആത്മമണവാളനായ ക്രിസ്തുവും സഭയ മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ നമുക്കൊന്ന് പൊരുൾ തിരിച്ച് ചിന്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിയുവാൻ യാതൊരു വിധത്തിലും ദൈവം അതിനെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഹല്ലേലൂയ. മറിയ എന്ന് പറയുന്നതായ നസ്രത്തിലെ സഹോദരി, യോസേപ്പ് എന്ന് പറയുന്നതായ ആ പ്രിയപ്പെട്ട ഒരു വിവാഹ നിശ്ചയം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീർന്നത്. അപ്പോൾ നാണം കേടുകൊണ്ട് തലവെക്കുവാൻ ഒക്കത്തില്ലെന്നുള്ളതായ ചിന്ത യോസേപ്പിനുണ്ടായി. ഹല്ലേലൂയ. എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും? ഹല്ലേലൂയ. എനിക്ക് നിശ്ചയിക്കപ്പെട്ടവൾ ഹല്ലേലൂയ ഗർഭിണിയായിരിക്കുന്നു, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഹല്ലേലൂയ. അത് ഇതെങ്ങനെയോ അവിഹിതമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ഞാൻ ഇവളെ ഉപേക്ഷിക്കുവാൻ പോവുകയാണ്, ഇവളെ എന്നിൽ നിന്ന് മാറ്റുവാൻ പോവുകയാണ്, വേർപിരിക്കുവാൻ പോവുകയാണെന്ന് ഹല്ലേലൂയ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, നീ അവളെ ഉപേക്ഷിക്കരുത്, നിന്നോട് ചേർത്ത് കൊള്ളണമെന്ന. പിന്നെ കർത്താവായ യേശു കൊടുത്തു വന്ന കാലത്ത് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ പരീക്ഷന്മാർ തങ്ങളെ തന്നെ പരീക്ഷിക്കാൻ വന്ന ചില ചോദ്യങ്ങളുമായിട്ട് വന്ന സമയത്ത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചവനെ പരീക്ഷിക്കാൻ വന്നു. പരീക്ഷിക്കാൻ വന്നപ്പോൾ കർത്താവായ യേശു കൊടുത്ത് പറയുകയാണ്, അത് സാധ്യമല്ല, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേർപിരിപ്പാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ മണവാളനും മണവാട്ടിയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിക്കുവാനൊക്കെയില്ല എന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആത്മമണവാളനായ ക്രിസ്തുവും സഭയാം മണവാട്ടിയും തമ്മിൽ യാതൊരിക്കലും വേർപിരിയുവാൻ കഴിയയില്ല. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മളൊക്കെ വിവാഹിതരാണല്ലോ വിളിക്കുന്നത്. ഹല്ലേലൂയ. പാസ്റ്റർമാർ വന്നിട്ട് ഹല്ലേലൂയ രണ്ടുപേരെയും കൂടെ കയ്യെ പിടിച്ച് ഹല്ലേലൂയ വിവാഹ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉഭയസമ്മതം ചെയ്തിച്ചു കഴിഞ്ഞിട്ട് അല്ലവിടെ വായിക്കുന്നതായ ചില ഭാഗങ്ങളിൽ വായിക്കും, ഏത് വിഷയം വന്നാലും മരണത്താലല്ലാതെ ഒരു വേർപാടുണ്ടാകാൻ പാടില്ല. ഞാനത് മൊത്തം വിവരിക്കുന്നില്ല, വിരിപ്പാൻ നമുക്ക് സമയമില്ല, നിങ്ങൾക്കറിയാവുന്ന. അപ്പം മരണത്താലല്ലാതെ ഒരു വേർപാടുണ്ടാകാൻ പാടില്ലല്ല. അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
ജീവിതത്തില് പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, ഹല്ലേലൂയ, പർവ്വതസമമായ നിലകളില് നമുക്ക് താങ്ങാനാവാത്തതായ വലിയ പ്രയാസങ്ങൾ വന്നാലും നീ നിന്റെ കർത്താവിനെ തള്ളിപ്പറയരുത്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ സ്വന്തം ഇഷ്ടപ്രകാരമോ പരപ്രേരണയാലോ മാറുവാൻ പാടില്ലെന്ന് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ. അതിവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നിയതായ ഒരു ഭാഗമാണ്. ഇവിടെ പറയുന്നതായ കാര്യം ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ. എവിടെ നിന്നാണ് സ്നേഹമുണ്ടായത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് സ്നേഹത്തെ നൽകിയിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കള് ആകുവാൻ തക്കവണ്ണം പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. ആ സ്നേഹം പുത്രനിൽ കൂടെ നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ലഭിക്കുവാനും പോവുകയാണ്. അങ്ങനെ പുത്രനെ നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമുക്ക് മാറുവാൻ കഴിയില്ല. അതുകൊണ്ട് മാറരുതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. കാലാകാലങ്ങളിൽ നമ്മളെ വിളിച്ചു ചേർത്തതായ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മെ വഴിതെറ്റിക്കുവാൻ, നമ്മെ വശീകരിക്കുവാൻ ഹല്ലേലൂയ ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഹല്ലേലൂയ നമ്മുടെ മുൻപിലേക്ക് വരും. പക്ഷെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, അങ്ങനെ ഏത് വശീകരണ ശക്തികൾ വന്നാലും ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കല്ലേ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന ഏകപുരുഷൻ നമ്മെ നിർമ്മലകന്യായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അപ്പോസ്തലനൊരു സംശയം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, സർപ്പം അവ്വായെ വായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാമം തെറ്റിപ്പോകുമോ എന്നുള്ളതായ ഒരു സംശയം അദ്ദേഹത്തിനുണ്ടാകുകയാണ്. അതുകൊണ്ട് പറയുകയാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരിക്കലും പിന്മാറരുത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ 7 വലിയ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ പറയുകയാണ്. 7 കൂട്ടമുണ്ട് ഇവിടെ. ഹല്ലേലൂയ. അതൊന്നും നമുക്ക് ഹല്ലേലൂയ അനുയോജ്യമായിട്ടുള്ളതല്ല. നമുക്ക് സങ്കടം വരുത്തുന്നതാണ്, നിരാശ വരുത്തുന്നതാണ്, നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്, ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നതായ പല വിഷയങ്ങളുമാണ് ഇവിടെ. കാരണം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ ഹല്ലേലൂയ അങ്ങയുടെ പാതയെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കെന്തിനാ പട്ടിണി വന്നത്? എനിക്കെന്തിനാ രോഗം വന്നത്? എനിക്കെന്താ പ്രയാസങ്ങൾ വരുന്നത്? എനിക്കൊരു വടു പോലും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം എൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തിനാണ് എൻ്റെ മേൽ നൽകിയതെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനൊരു മറുപടി പറയുവാനുണ്ട്. ഹല്ലേലൂയ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ നേരെ വരും. പക്ഷേ നീ ആ സമയത്ത് ഹല്ലേലൂയ എന്നോട് ചോദിച്ചു കൊണ്ടാൽ മതി, എൻ്റെ കൃപ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, പ്രശ്നങ്ങൾ ഇവിടെ പ്രശ്നമില്ലാത്തവരാരും ഇല്ലല്ലോ. പ്രസംഗിക്കുന്നവർക്കും പ്രശ്നമുണ്ട്, കേൾക്കുന്നവർക്കും പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടി പോകരുത്. ഒളിച്ചോടി പോകുവാനല്ല നമുക്ക് ഹല്ലേലൂയ സാധ്യതയുള്ളത്. ഒളിച്ചോടി പോകുന്നത് ഒരു ഭീരുവിൻ്റെ ഒരു പ്രകൃതിയാണ്. അങ്ങനെ പോകുവാനല്ല. പിന്നെയോ ആ സന്ദർഭത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, കർത്താവെ, വിഷയങ്ങളുടെ മേലെ വിടുതലയക്കണമേ എന്നൊന്ന് പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ തമ്പുരാൻ നമുക്ക് മറുപടി നൽകും, നമുക്ക് ആശ്വാസം നൽകും. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം. കർത്താവ് വിളിച്ചു വേർതിരിച്ച് ഹല്ലേലൂയ തൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാനായിട്ട് ഏർപ്പെടുത്തിയതായ ഒരു ദൈവദാസന്റെ അനുഭവമാണ് പറയുന്നത്.
ഹല്ലേലൂയ, താൻ കണ്ടതായ ഒരു സ്വപ്നമാണ്. ഹല്ലേലൂയ, താൻ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടി നടന്നു, ഒത്തിരി പ്രവർത്തിക്കുന്നു. തനിക്ക് കഷ്ടം പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉള്ളൂ. ഹല്ലേലൂയ, ഒരിക്കലും ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. കർത്താവും ഈ ദൈവദാസൻ കൂടെ ഒരു കടൽ തീരത്തൂടെ സഞ്ചരിക്കുകയാണ്. അവിടെ നല്ല മണലാണ്, നനവുള്ള മണലാണ്. ആ കടൽ തീരത്തോടുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഈ ദൈവദാസന്റെ 2 കാൽപാദങ്ങളും കർത്താവിൻ്റെ 2 കാൽപാദങ്ങളും ഇദ്ദേഹം കണ്ടുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ, പല ചോദ്യങ്ങളൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും മറുപടി നൽകുകയും ഒക്കെ ചെയ്ത് അല്പസമയം മുൻപോട്ട് പോയപ്പോൾ ഹല്ലേലൂയ, ഈ ദൈവദാസൻ കാണുന്നത് പിന്നെ ആകെ 4 കാൽപ്പാടുകൾ ആരംഭത്തിൽ കണ്ടു. കുറേ ദൂരം മുൻപോട്ട് പോയി. പക്ഷെ പിന്നീട് കാണുന്നത് 2 കാൽപ്പാടുകളേ ഉള്ളൂ. അപ്പോൾ ഈ ദൈവദാസന് വളരെ വേദനയും പ്രയാസവും ഉണ്ടായിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, താവേ, പ്രതികൂലം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, ആപത്ത് വന്നപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് നിൽക്കാൻ കഴിയാത്തതായ അവസ്ഥയുണ്ടായപ്പോൾ, ഹല്ലേലൂയ, അങ്ങെന്നെ എന്തിനാണ് വിട്ടിട്ട് പോയി കളഞ്ഞതേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഏതൊരു മനുഷ്യനും ചോദിച്ചു പോകും. ഞാനും നിങ്ങളും ചോദിക്കും. ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എനിക്ക് രോഗങ്ങൾ വിട്ടുമാറാത്ത എന്താണ്? പ്രശ്നങ്ങൾ എന്താ ഹല്ലേലൂയ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും ചോദിക്കും, നിങ്ങളും ചോദിക്കും. അതേ ചോദ്യം ഈ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടി കിട്ടി. ആ മറുപടി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഇദ്ദേഹത്തെ പേർ ചൊല്ലി വിളിച്ചു, മകനെ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ആ ദൈവത്തിൻ്റെ ദാസനോട് പറയുകയാണ്, മകനെ, നീ കാണുന്ന 2 പാടുകളുണ്ടല്ലോ, അത് നിന്റേതല്ല, അതെൻ്റേതാണ്. ഹല്ലേലൂയ, പ്രശ്നം വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ, നിനക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ കോരിയെടുത്തു. ഹല്ലേലൂയ, പിന്നെ നീ കാണുന്നത് എൻ്റെ കാൽപ്പാടുകളാണ്. ദൈവത്തിൻ്റെ പൈതലെ, ഓർത്തുകൊള്ളുക, അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ കോരിയെടുക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആശ്വാസം ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല, പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ പറയുകയാണ്. ഹല്ലേലൂയ, പ്രയാസങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഈ ലോകമാണ്, ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. നന്മയും തിന്മയും സന്തോഷവും ദുഃഖവും ഹല്ലേലൂയ എല്ലാം ഇടകലർന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. പക്ഷെ ഏത് ജീവിതത്തിൻ്റെ മുൻപിലും ഹല്ലേലൂയ തളരാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണം പ്രാപിച്ചു കൊള്ളണം. ഹല്ലേലൂയ, നമുക്ക് വളരെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമുക്കെപ്പോഴും ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ, ദാവീദിൻ്റെ എഴുതാൻ നോക്കിയാൽ, ദാവീദാണല്ലോ കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലവും ഒക്കെ തന്നെയാണ്. എങ്കിലും അദ്ദേഹം ആനന്ദിക്കുന്നതായി കാണുകയാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. എവിടെ നാവിന്മേലിരിക്കും? കർത്താവിൻ്റെ മക്കളെ, എൻ്റെ കർത്താവിനെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. എൻ്റെ കർത്താവിനെ കൂടുതലൊന്നും നമ്മൾ സംസാരിക്കണ്ട. കർത്താവുമായിട്ട് കൂടുതൽ ഇടപാടിന് പോകാതെ ഒരു വാക്ക് സംസാരിച്ചാൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ ഇതൊക്കെ മാറ്റി സ്വസ്ഥതയോടെ നമ്മളെ നടത്തുവാൻ, ജീവപര്യന്തം നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇവിടെ പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3:1 വായിക്കുമ്പോൾ, വീണ്ടും ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. ഹല്ലേലൂയ, ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവായ ദൈവത്തിൻ്റെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഹല്ലേലൂയ എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? ഈ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാം. ഹല്ലേലൂയ. എഫെസർക്ക് ലേഖനം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 14 മുതൽ 18 വരെ ഒന്ന് വായിച്ച നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ്. എഫെസർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെ ഒന്ന് വായിച്ചേ. വീതിയും നീളവും ഉയരവും ആഴവും കർത്താവിൻ്റെ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഇത് ആരായുവാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്. ഹല്ലേലൂയ. ഭൂമിയുടെ ചുറ്റളവ് എത്രയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നിന്ന് അയർലൻഡിൽ അയർലൻഡിൽ വരാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ താമസിക്കുന്ന ഈ അയർലൻഡ് എന്ന് പറയുന്ന റിപ്പബ്ലിക് പട്ടണമാണല്ലോ, രാഷ്ട്രമാണല്ലോ ഇത്. ഇവിടെ ഇതിൻ്റെ ചുറ്റളവ് എത്ര കിലോമീറ്റർ ഇതിൻ്റെ ചുറ്റളവ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പാർക്കുന്നതാ, വർഷങ്ങളായി പാർത്തിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ. എത്ര കിലോമീറ്റർ ചുറ്റളവുണ്ടെന്നറിയാമോ? 85,000 കിലോമീറ്റർ ചുറ്റളവുള്ളതായ ഒരു പട്ടണത്തിലാണ് നിങ്ങൾ വധിക്കുന്നത്. ആ കണക്ക് അറിയാം. ഹല്ലേലൂയ. ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ദൂരം എത്ര ഉണ്ട്? ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ. അതും നമുക്കറിയാം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാമോ? 15 കോടി കിലോമീറ്റർ ഉണ്ട്. അതും നമുക്കറിയാം. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ദൈവവചന പ്രകാരം ഇവിടെ വായിച്ചത് മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എത്രയെന്ന് ആരെങ്കിലും ഗണിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പോലും ഈ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എത്രയെന്നറിയത്തില്ല, ഉയരം എത്രയെന്നറിയത്തില്ല, ആഴം എത്രയെന്നറിയത്തില്ല, ഹല്ലേലൂയ, വീതി എത്രയെന്നറിയത്തില്ല. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണെന്ന് നോക്കി. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഈ പ്രപഞ്ചത്തിലുള്ളതായ ഒരു മനുഷ്യനും അറിയാൻ വയ്യാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കത് നൽകിയിരിക്കുകയാണ്. ഞാനത് നിങ്ങളോട് പറയുക. ഹല്ലേലൂയ. തിരുവചനമുണ്ട്, അതിൻ്റെ റെഫറൻസ് ഉണ്ട്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, ഹല്ലേലൂയ, എടുത്ത് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളമെന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ നമ്മെ രക്ഷിച്ച് സൂക്ഷിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളം. ഒരിക്കൽ കൂടെ പറയാം. നിത്യത മുതൽ നിത്യത വരെ നമ്മെ രക്ഷിച്ച് സൂക്ഷിക്കുന്ന ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വചനത്തിലുള്ളതാ കേട്ടോ. ഹല്ലേലൂയ. തിരുവചനത്തിലുള്ളതാ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്തുന്നത് നമുക്ക് മനസ്സിലായി. അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യത വരെയുമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ പാടി പുകഴ്ത്തി നമ്മുടെ മരണം വരെയും ജീവിക്കുന്നത്. കാരണം ഇതിനപ്പുറമായി ഒന്ന് നമുക്കുണ്ട്. ഒരു നല്ല ദേശമുണ്ട്, ഒരു ഇമ്പങ്ങളുടെ പ്രതീക്ഷയുണ്ട്. അവിടെ എനിക്ക് പോകണമെന്നുള്ളതായ ആഗ്രഹത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇനിയും ദൈവസ്നേഹത്തിൻ്റെ വീതി എത്രയാണെന്ന് ഞാൻ ഒന്ന് പറയട്ടെ. ദൈവസ്നേഹത്തിൻ്റെ വീതി
ഭൂലോകത്തിൻ്റെ സകല അതിർത്തികളിൽ നിന്നും നമ്മെ രക്ഷയ്ക്കായി വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിൻ്റെ രീതി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വത്രമൊക്കെ പറഞ്ഞു, പറയണമെങ്കിൽ പറയണ്ട, പക്ഷെ ഉറങ്ങരുത്. അത് മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങാൻ ഇവിടെ അല്ല നല്ല സമയം, സ്ഥലം വീട്ടില്ല. കാരണം നല്ല തണുപ്പുള്ള ദേശമാണ് ഈ അയർലൻഡ്. ഹല്ലേലൂയ. എനിക്ക് പകലും രാത്രിയും ഒക്കെ തണുപ്പാണ്. ഹല്ലേലൂയ. എപ്പോഴും തണുപ്പാണ്. ഹല്ലേലൂയ. സുഖകരമായി പകലും ഉറങ്ങും, രാത്രിയിൽ ഉറങ്ങും. നല്ല ഉറക്കം കിട്ടും. ഞങ്ങളുടെ നാട്ടിലെ തിരുവല്ലായിൽ ഉറക്കം കിട്ടുന്നതിനേക്കാളും സൂപ്പറായിട്ട് ഉറങ്ങുന്ന ഈ അയർലൻഡിലാണ്. ഹല്ലേലൂയ. പകല് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേച്ച് ഹല്ലേലൂയ അവിടെ ഇവിടെയൊക്കെ കൊച്ചിൻ്റെ കുടിക്കൊക്കെ നടന്നേച്ച് ഓടിപ്പൊടി, കുഞ്ഞും അറിയാതെ ഹല്ലേലൂയ ഭാര്യയും അറിയാതെ മക്കളും അറിയാതെ മുറിക്കകത്ത് പോയി കിടന്നുറങ്ങും. ഹല്ലേലൂയ. നല്ല സമയമാണ് ഉറങ്ങാൻ. നിങ്ങൾ ഉറങ്ങുന്നവരാ. ഹല്ലേലൂയ. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നത് ഞാൻ പറയാം. 10 മണി 9 മണി ഇതിലാണ് നിങ്ങൾ എഴുന്നേക്കുന്നത്. ഞാൻ 6 മണിക്ക് എഴുന്നേക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വൈദ്യരെ നിങ്ങൾ 8 മണിക്ക് എഴുന്നേറ്റോണ്ടോ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കാണുമായിരിക്കും. നല്ല ഉറക്കമുണ്ട്, പക്ഷെ ഇവിടെ ഉറങ്ങരുത്. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് വിലപ്പെട്ട് പൊക്കോണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, വീതിയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇനി ദൈവസ്നേഹത്തിന്റെ ഉയരം എത്രയാണെന്ന് അറിയാമോ? പറയാമോ ആർക്കെങ്കിലും ഇവിടെ? ഇല്ല, ഞാൻ പറയാം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയാം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്വർഗം വരെ നമ്മെ കരം പിടിച്ചുയർത്തിയ സ്നേഹമാണ് ദൈവസ്നേഹത്തിന്റെ ഉയരം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ഉയരമെന്ന് പറയുന്നത് സ്വർഗം വരെ നമ്മെ ഉയർത്തിയ ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഉയരം മറന്നു പോകല് കേട്ടോ. ഹല്ലേലൂയ. കണക്ക് ദൈവവചനത്തിലുണ്ട്. ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ പഠിപ്പിക്കുന്ന പല പാസ്റ്റർമാരുടെ കയ്യിലില്ലെങ്കിൽ, നമ്മുടെ കൂട്ട് സഹോദരി സഹോദരന്മാരുടെ കയ്യിലില്ലെങ്കിൽ, ഈ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് സ്വർഗം വരെ നമ്മെ കരം പിടിച്ചുയർത്തിയ ദൈവസ്നേഹമാണ് അതിൻ്റെ ഉയരമെന്ന് കാണുന്നു. ഹല്ലേലൂയ. ഇനി അതിൻ്റെ ആഴം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഭാഗം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ? ഇല്ല, പറയാം. ഹല്ലേലൂയ. അധമപാതാളം വരെ താണുപോയതായ നമ്മെ. മനസ്സിലാവുന്നുണ്ടോ? മറ്റേതൊക്കെ അങ്ങ് വിട്ടേ. അതിൻ്റെ ആഴമൊന്ന് പരിശോധിച്ചേ. അധമപാതാളം വരെ താണുപോയ നമ്മെ രക്ഷിച്ച് സൂക്ഷിക്കുന്ന ദൈവസ്നേഹമാണ് അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പൈതലേ, ഒരിക്കൽ പാപാന്ധകാരത്തിൽ കിടന്നതായ നമ്മള്, അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്നതായ നമ്മള്, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്നതായ നമ്മള്, മറ്റുള്ളവരാ നിന്ദിക്കപ്പെട്ടിരുന്നതായ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മളെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചില്ലേ? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് വന്നത്, രാവും പകലും ആരാധിപ്പാൻ മനസ്സുവെക്കുന്നത്, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ മനസ്സുവെക്കുന്നത്, ദൈവത്തെ സ്നേഹിപ്പാനും ദൈവജനത്തെ സ്നേഹിപ്പാനും ദൈവത്തിന്റെ ദാസന്മാരെ സ്നേഹിപ്പാനും നിങ്ങൾക്കും എനിക്കും ഞങ്ങൾക്കും ഇടയാകുന്നത് ഈ ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഇതിൽ നിന്ന് വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 31:3 നിങ്ങളൊന്ന് വായിച്ചേ. എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചല്ലേ, ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. യിരെമ്യാ 31:3. മതി. നിത്യസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പൈതലെ, നമ്മെ സ്നേഹിക്കുന്ന ഈ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും നമ്മൾ മനസ്സ് വെക്കരുത്. നമ്മളെ ആഴമായി സ്നേഹിക്കുന്നില്ലേ? നമുക്ക് വേണ്ടത് തരുന്നില്ലേ? നമുക്ക് ഭക്ഷിപ്പാൻ തരുന്നില്ലേ? നമുക്ക് കുടിപ്പാൻ തരുന്നില്ലേ?
നമുക്ക് ധരിപ്പാൻ നൽകുന്നില്ലേ? ജീവിപ്പാൻ ആവശ്യമായ ആരോഗ്യം നമുക്ക് നൽകുന്നില്ലേ? അന്യദേശത്ത് വന്ന് ഹല്ലേലൂയ ജോലി ചെയ്യുവാൻ നമുക്ക് കൃപ തരുന്നില്ലേ? നമ്മുടെ ചാർച്ചക്കാരെയും സ്നേഹിതരെയും മാതാപിതാക്കളെയും അവിടെയായി സൂക്ഷിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ദൈവത്തിന് നമ്മളുള്ള സ്നേഹം. പിന്നെ എന്നാ തുടങ്ങിയത്? ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ അറിഞ്ഞ കർത്താവ് ഹല്ലേലൂയ കാലാകാലങ്ങളിൽ നമ്മെ വിളിച്ചു വേർതിരിച്ച് എടുത്ത് വേണ്ടുന്നതെല്ലാം നൽകി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എങ്ങനെ മാറാനൊക്കുന്നത്? ഞാൻ ഓർക്കുക, നമ്മളത് ചിന്തിച്ചു നോക്കി. നമ്മൾ ക്ഷീണിച്ച് വളഞ്ഞ് ഒരു ഭവനത്തിൽ കയറി എന്നിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമോ അല്ലെ ഒരു നാരങ്ങ വെള്ളമോ ഒരു ചായയോ തന്നിരിക്കട്ടെ, നമ്മള് എന്നും ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ടാകും, ഇല്ലേ? ഉണ്ടാകും. ഓക്കെ, വീട്ടിൽ വേണ്ട, വടിയരികില് അല്ലെ തളർന്ന ചൂടേറ്റ് ഹല്ലേലൂയ സഞ്ചരിക്കുന്ന വേളയിൽ നമ്മുടെ ഒരു സ്നേഹിതൻ നമ്മളെ വിളിച്ച് അല്പം വെള്ളമോ അല്പം ഭക്ഷണമോ വാങ്ങിത്തന്നാൽ നമുക്ക് എന്ത് സ്നേഹമാണ് ഉണ്ടാകുന്നത്. എപ്പോൾ അദ്ദേഹത്തെ കണ്ടാലും നാം ഹല്ലേലൂയ ഒന്ന് ചിരിക്കുകയോ ഒരു താങ്ക്സ് പറയുകയോ ചെയ്യാറില്ലേ? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ സഹജീവികൾ അങ്ങനെ നമുക്ക് നൽകുന്നുവെങ്കിൽ, അവരോട് നമ്മൾ സ്നേഹം കാണിക്കുന്നുവെങ്കിൽ, അവരോട് പുഞ്ചിരിക്കുന്നുവെങ്കിൽ, അവർക്കൊരു കൈ കൊടുക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഇന്നയോളം നടത്തുകയും മരണം വരെയും നടത്തുന്ന ആ ദൈവ സ്നേഹം എത്ര വലുതാണ്. ആ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:16 വായിച്ചേ. 1 യോഹന്നാൻ 3:16 ആ ബോർഡിൽ നിന്ന് ഇട്ടാൽ ഇവർ വായിച്ചോളൂ. 1 യോഹന്നാൻ 3:16. തൻ്റെ പ്രാണനെ നൽകി സ്നേഹിച്ചു. ഇതിൽ കൂടുതൽ എന്താ സ്നേഹം വേണ്ടത്? ആരാണ് തൻ്റെ പ്രാണനെ തന്ന് നമ്മളെ രക്ഷിക്കുന്നത്? ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ സ്വന്തം പ്രാണനെ നൽകിയിട്ട് മറ്റൊരാളെ രക്ഷിക്കുന്ന മനുഷ്യനുണ്ടോ ഇവിടെ? ഇല്ല. കർത്താവിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, സ്വന്തം പ്രാണനെ നൽകി സ്നേഹിച്ചു. എവിടെയാണ്, എങ്ങനെയാണ്? ഹല്ലേലൂയ. അത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രന്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എത്ര ഇടങ്ങളിലാണ് ഈ ദൈവസ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ ഒക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ മരണം വരെ അവനെ സ്നേഹിക്കണം. സ്നാനപ്പെടുമ്പോൾ ഒരു വാക്കിങ്ങനെ കാർമികൻ പറയാറുണ്ട്, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ആണിനെയും പെണ്ണിനെയും പ്രത്യേകം പറയും. അപ്പോൾ മരണമാണ് നമ്മുടെ അവസാന ദിവസം. അന്ന് വരെയും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോകരുതേ എന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പൈതങ്ങളെ, ഏത് പീഡകൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും നിൽക്കാനുള്ള പ്രാപ്തി കർത്താവിൽ നിന്ന് വാങ്ങിക്കണം. ഞാൻ വേഗം പറഞ്ഞു പോകാം. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ദൈവജനത്തിന് വലിയ പീഡകളായിരുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിൻ്റെ അനുയായികളായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഹല്ലേലൂയ വലിയ പീഡ അഴിച്ചുവിട്ടതായ കാലഘട്ടമായിരുന്നു 1, 2, 3 നൂറ്റാണ്ട്. ഹല്ലേലൂയ. കാരണം അന്നുണ്ടായിരുന്നതായ ഭരണാധികാരികൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല,
ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകുന്നതായ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നതായ എല്ലാവർക്കും അവർ ഏർപ്പെടുത്തുന്ന ശിക്ഷയാണ് പീഡ. അങ്ങനെ പീഡ അഴിച്ചുവിട്ട് അനേകര് രക്തസാക്ഷികളായി തീർന്ന ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞ് വേഗം നിർത്താം. സ്മുർന്നയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് എന്ന് പറയുന്ന വന്യവയോധികനായ ദൈവത്തിൻ്റെ ദാസൻ, ഹല്ലേലൂയ, അദ്ദേഹത്തെയും പിടിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തെയും പിടിച്ചു കൊല്ലുവാനും പീഡിപ്പിക്കുവാനുമായിട്ട് ഹല്ലേലൂയ നിർത്തിയേ. ഹല്ലേലൂയ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിന്റെ പിൻപിൽ ഒരുപാട് പേര് രക്തസാക്ഷികളായി മരിച്ചു പോയിട്ടുണ്ട്, പീഡയേറ്റ് മരിച്ചു പോയിട്ടുണ്ട്. ആ ശിക്ഷ നിനക്കും തരുവാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം, നീ സ്നേഹിക്കുന്ന, നീ വിളിച്ചു പറയുന്ന, നീ സേവിക്കുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് ഈ പീഡയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. 85 വയസ്സ് പ്രായമുള്ള വന്യവയോധികനായ ആ ദൈവത്തിന്റെ പുരുഷൻ പറയുകയാണ്, കഴിഞ്ഞ 85 വർഷക്കാലം എനിക്കൊരു ദോഷവും എൻ്റെ കർത്താവ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 85 വർഷക്കാലം എന്നെ നടത്തിയതായ, ഒരു ദോഷവും ചെയ്യാത്തതായ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ കഴിയയില്ലെന്ന് ചങ്കൂറ്റത്തോടെ ആ ദൈവദാസൻ പറഞ്ഞു. അതിൻ്റെ ഫലമെന്തെന്നറിയാമോ? രക്തസാക്ഷിയായി മരണം വരിച്ചു. നോക്കുക, ഹല്ലേലൂയ. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ജീവനോടെ വിടുവിക്കാമെന്ന് പറഞ്ഞതായ ആ ചക്രവർത്തിയുടെ മുൻപിൽ ഈ ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, രാജാവേ അല്ലെങ്കിൽ ചക്രവർത്തിയെ, 85 വർഷം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ആ കർത്താവിനെ ഞാൻ എങ്ങനെ ഹല്ലേലൂയ തള്ളിപ്പറയും? ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയാതിരിക്കട്ടെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഹല്ലേലൂയ മാറോടണക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ എപ്പോഴും ധ്യാനിക്കുക. ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുക. ദൈവമായ കർത്താവ് ദൈവമക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.